18 വർഷം മുമ്പ് മരിച്ചുപോയ തൻ്റെ മകൻ്റെ ആത്മാവുമായി ഇന്നും ആശയവിനിമയം നടത്തുന്ന ഒരമ്മ. മോനെ, ആഹാരമെല്ലാം കഴിക്കുന്നുണ്ട്, നീ കളിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അമ്മ മക്കളില്ലാത്ത ഭൂമിയിൽ ജീവിക്കുന്ന അത്രയേ ഉള്ളൂ മോനെ. ക്രിസ്മസിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഘോഷിക്കില്ലെന്ന് മോനറിയാം. ഇന്നതോളം ഒന്നും നമ്മൾ ആഘോഷിച്ചിട്ടില്ലല്ലോ മക്കളെ. സ്വന്തം അമ്മയെ കവിത എഴുതുവാൻ ഇന്നും പ്രേരിപ്പിക്കുന്ന മകന്റെ ആത്മാവ്. എന്നമ്മ തൻ നിത്യവും കണ്ണുനീർ തൂകുന്നു, എൻ ദൈവമേ എൻ മക്കൾ പൊന്മക്കളാകണേ. മകൻ മരിച്ചിട്ട് 17 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും മകൻ്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരമ്മ ഈ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ 4-5 വർഷങ്ങളായി ഈ അമ്മ കവിത എഴുതും. ഇതിനകം എഴുതി തീർത്ത 300ഓളം കവിതകൾ. സ്വപ്നത്തിൽ മകൻ വന്ന് പറഞ്ഞു കൊടുക്കുന്ന വരികളാണ് താൻ കവിതകളായി എഴുതുന്നത് എന്നാണ് ഈ അമ്മ പറയുന്നത്. മകൻ ഇപ്പോഴും ഇവിടെയുണ്ടെന്നും മകൻ്റെ ആത്മാവിനോടൊപ്പമാണ് താൻ ജീവിക്കുന്നതെന്നും ഈ അമ്മ പറയുന്നു. ആ അമ്മയെ കാണാം നമുക്ക്. ഒരു കേട്ടില്ലേ വിളിച്ചത്? ഞാൻ വരണം, പിന്നെ പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഞാൻ എപ്പോഴും ഇരിക്കുന്നുണ്ട്. മോന് വേണ്ടി എഴുതുന്ന കവിതകളെല്ലാം ഉണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനോടാണ് സംസാരിക്കുന്നത് ഞാൻ. എൻ്റെ മോൻ എന്നെ വിട്ടു പോയിട്ട് 18 വർഷമാവണ്. പക്ഷെ അങ്ങനെ പോയുള്ള ഒരു ഓർമ്മ നമുക്കില്ല. മോന് വേണ്ടി എന്നും ഞങ്ങൾ സംസാരിക്കണം, കളിക്കണം, ചിരിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. മോന് ഞാനും സംസാരിക്കുന്നുണ്ട്. ഇപ്പം മോന് വേണ്ടി ഒത്തിരി കവിതകൾ എഴുതാൻ തുടങ്ങി. മോന് വേണ്ടി എഴുതി എല്ലാം വായിച്ച് കേൾപ്പിച്ചെല്ലാം കൊടുക്കും. മോനെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കവിത എഴുതാനും തുടങ്ങി. അവസാനം എഴുതി നിർത്തുകയും ചെയ്തു. മോന് വേണ്ടി എഴുതി തന്നെ നിർത്തിയതും പറഞ്ഞതും ഒക്കെ. 300ഓളം കവിതകൾ ഇതുവരെ എഴുതി കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതെല്ലാം മകൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ്. ഉറക്കത്തിൽ വന്നിരുന്നുണ്ടൊക്കെ പറയും, ഇന്ന വരികളൊക്കെ പറയും. അങ്ങനെ ഞാൻ എഴുതുന്നുണ്ട്. മോന് വേണ്ടി എഴുതിയ കവിതകളെല്ലാം എഴുതി നിറയ്ക്കുന്നുണ്ട്. മോൻ പറയണതും എല്ലാം എഴുതുന്നുണ്ട്. എനിക്ക് തലേദിവസം എഴുതുന്ന കവിതകളെല്ലാം മനസ്സിൽ വന്ന് ഓർമ്മപ്പെടുത്തി തരും. അങ്ങനെ ഞാൻ എഴുതുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലെ കിളിയെ പോലെ തന്നെ അച്ഛനും അമ്മയും 3 മക്കളും ജീവിച്ചുകൊണ്ടിരുന്നു. മോന് പഠിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാഭ്യാസവും കഴിഞ്ഞതിന് ശേഷം ജോലി ആവാറായപ്പം വേണ്ട, എനിക്ക് ഒന്നും കൂടി പഠിക്കണമെന്ന് പറഞ്ഞ് വീഡിയോഗ്രാഫി പഠിക്കണമെന്ന് പറഞ്ഞ് പഠിക്കാൻ പോയി. ക്യാമറയും സിസ്റ്റം എല്ലാം വാങ്ങിച്ചൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം അങ്ങനെ പൊയ്ക്കൊണ്ടിരുമ്പോൾ പെട്ടെന്ന് ഒരു പനി വന്നു മോന്. അമ്മ എനിക്ക് ഇനി ഇത്തിരി മരുന്ന് കുടിക്കണം. ഒരു വൈദ്യം തന്ന മരുന്നാണ്. കഴക്കൂട്ടത്തു നിന്ന് ആ മരുന്ന് കുടിച്ചിട്ട് സുഖമായിട്ടേ പോകണുള്ളൂ. എപ്പോഴും എനിക്ക് തുമ്മലും മൂക്കൊലിപ്പൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് മനസ്സിനൊരു പ്രയാസം ഉണ്ടായി. കൊടുക്കാൻ 3ൻ്റെ അന്നായപ്പം പെട്ടെന്ന് മോന് പനി വന്നപ്പോഴത്തേക്ക് മരുന്ന് കൊടുത്ത ആളെ വിളിച്ച് ചോദിച്ചപ്പം അടുത്ത ലാബറട്ടറി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്. ലാബറട്ടറിയിൽ പോയി തിരക്കിയപ്പോഴത്തേക്ക് മോന് മഞ്ഞനോവ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഇളയ 2 മക്കളും അച്ഛനും കൂടെ ആയിട്ട് SP പോർട്ട് ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് അവിടെ അഡ്മിറ്റ് ചെയ്ത് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ആരോ മാർക്കിൽ കണ്ട് ഇങ്ങനെ മോന് ലെൻസിൻ്റെ ഭാഗം വെള്ളം കെട്ടി കിടക്കുകയാണെന്നുള്ളത്. പിന്നെ അവിടുത്തെ ചികിത്സ കഴിഞ്ഞിട്ട് അവർ ഉടനെ മെഡിക്കൽ കോളേജിൽ വിട്ട്. അങ്ങനെ 28 ദിവസത്തെ ചികിത്സ ആയപ്പോൾ 28ൻ്റെ അന്ന് രാത്രിയിലായപ്പോൾ ഞങ്ങൾ, എൻ്റെ ഇളയ മക്കൾ, എൻ്റെ അമ്മ, എൻ്റെ മോൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരൻ്റെ മക്കൾ, എൻ്റെ അപ്പച്ചിരമ്മ എല്ലാവരും ആശുപത്രിയിൽ മോന് വേണ്ടി എപ്പോഴും ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വെള്ളമെല്ലാം കൊടുത്ത് കുടിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് രാത്രി 1:30 എൻ്റെ പറഞ്ഞു, അമ്മ ചെന്ന് കിടാ, ഞാൻ ഉറങ്ങട്ടെന്ന് പറഞ്ഞു. ഞാൻ നെറ്റിയിൽ ഇങ്ങനെ ഒരു ഉമ്മവും കൊടുത്ത് കുരിശും വരച്ചിട്ട് ഞാൻ തിരിയണതിന് മുമ്പേ അച്ഛൻ്റെ ഇളയ മക്കളെ എൻ്റെ സഹോദരങ്ങളും അലറിയുള്ള വിളി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ എനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ മോൻ എപ്പോഴും ഉണ്ട് കൂടെ. മോനായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ മോൻ്റെ അടുത്ത് തമാശകൾ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് പോകാൻ നേരത്ത് റൂം അടച്ചിട്ടാകുമ്പോൾ മോൻ ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഞാൻ ലൈറ്റ് ഇട്ടിട്ട് പോകും. ഞാനും ഇട്ടിട്ട് പോകും. എൻ്റെ ഇളയ മോനും ഉള്ളപ്പോൾ
ഞാൻ പറയും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ലൈറ്റ് ഇട്ടിട്ട് വേണം പോകാനെന്നുള്ളത്, ഇരിക്കല്ലേന്ന് പറയും. അങ്ങനെ ലൈറ്റ് ഇടും, എല്ലാ കാരണങ്ങളും പറയും. പിന്നെ മോന് വേണ്ടി ഒരുപാട് കവിതകൾ എഴുതാൻ തുടങ്ങി. മോന് വേണ്ടി എഴുതി നിർത്തിയ ഒരു കവിതയുണ്ട്. അമ്മതൻ കൊത്തി കുറിച്ച കാവ്യക്ഷരം നൊന്തു താരാട്ടിയ മക്കളെ നിങ്ങളെ സ്പന്ദനം പോലെ വളർത്തുന്നു മക്കളെ ഞാൻ സ്വന്തം എന്നോർത്തു ഈ കൈകളിൽ മക്കളെ കണ്ടു തൊഴാൻ വന്ന കൺമഴയാണോ മക്കളെ ഞാൻ അനുദിനം അവിടുത്തെ അനുഗ്രഹത്താൽ എൻ്റെ അറിവിനു നിറമായി മാറണേ മക്കളെ അതിരുകളില്ലാത്ത സ്നേഹം ചൊരിഞ്ഞു ഈ അമ്മേതൻ അനുരൂപ വാക്കുകൾ നൽകി തന്നു. എൻ്റെ പൊന്നുമാൻ ഉള്ള സമയത്ത് ഞങ്ങളെന്നും തിരുവോണമായിരുന്നു വീട്ടിൽ. മോനെ ഇങ്ങനെ നേരിട്ട് ഞാനും മോനും യാത്ര ചെയ്യുന്ന സമയത്ത് ചുവപ്പ് ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ട് ഞാനും മോനും സംസാരിച്ചുകൊണ്ട് പോണതായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ. അല്ല മോനെ, നമ്മൾ എപ്പോഴായിരുന്നാലും ഒരുമിച്ചാണെന്നുള്ളത്. അമ്മയെന്നും അച്ഛനും ഉറച്ച് വിളിക്കാത്ത പൊന്നുമോനാണിത്. മക്കളും കരയെ അമ്മ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നിനക്ക് വേണ്ടി. മോൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം വെച്ച് സൂക്ഷിക്കുന്നത്. മോൻ്റെ ഡ്രസ്സുകളാണ് ഇതെല്ലാം. ഒന്നുമില്ല, എല്ലാം വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചായിട്ടൊന്നും നമ്മൾ ആഘോഷിക്കാറില്ല. മോന് വേണ്ടി മോനുള്ള സമയത്തുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇന്നതുവരെ 18 കൊല്ലം കൊണ്ട് മോൻ്റെ വേദന തന്നെ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബത്തോടെ എല്ലാവർക്കും ആ ഒരു വേദന തന്നെ. നല്ലൊരു മോനായിരുന്നു. ഞാനൊരു ഭാഗ്യമാണ് ദൈവം നമുക്ക് സന്തോഷം തന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്നും തിരുവോണം പോലുള്ള ജീവിതമായിരുന്നു ഞങ്ങൾക്ക്. മോമാഞ്ഞതിന് ശേഷം ഓണം എന്തെന്ന് മറ്റുള്ളത് എന്താണെന്നൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. മകൻ തിരിച്ചു വരില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഈ 17 വർഷങ്ങൾക്കിപ്പുറവും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഈ പെറ്റമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നഷ്ടവസന്തത്തിൽ എന്നെന്നും ഗ്രാമഭൂമിതൻ സീമന്തരേഖയിൽ മഞ്ഞിനു കുളിർമയില്ല, പുലരിക്ക് തെളിമയില്ല, നിൻ വീടിനു പ്രകാശമില്ല, അലയുന്നു പെരുവഴി എത്ര ദൂരം മോനെ നിന്നമ്മ, നിൻ വാഴുമ ഭവനം ഉറങ്ങിക്കിടക്കുന്നു എൻ പൊന്നെ, ഇനിയെന്നു കാണുമെന്നായി നിൻ ഓർമ്മതൻ പിടഞ്ഞു പോയി മോനെ ഞാൻ.